ബാർ ഉടമകൾ കോഴ നൽകിയെന്ന ആരോപണത്തിൽ ധനമന്ത്രി കെ.എം. മാണിക്കെതിരെ നടത്തേണ്ട അന്വേഷണം സംബന്ധിച്ച് എൽ.ഡി.എഫിലും യു.ഡി.എഫിലും ആശയക്കുഴപ്പം തുടരുന്നതിനിടെ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങളിൽ പലതും ആരോപണവിധേയനായ മാണിയെ സഹായിക്കുന്നതാണെന്ന് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ അന്വേഷണം പ്രായോഗികമല്ലെന്ന് മാത്രമല്ല, അന്വേഷണത്തിന് ഏറെ സമയമെടുക്കുകയും ചെയ്യും. ഈ അന്വേഷണ റിപ്പോർട്ട് നടപ്പാക്കാൻ സർക്കാരിന് നിയമപരമായ ബാധ്യതയുമില്ല. അഴിമതി കേസുകൾ അന്വേഷിക്കുന്നതിന് സംവിധാനങ്ങളുള്ള CBIയെ മാറ്റി നിർത്തുന്നത് ഫലത്തിൽ സഹായിക്കുന്നത് ആരോപണ വിധേയരെ തന്നെയാണ്. ബാർ ഉടമകൾ ധനമന്ത്രി കെ.എം. മാണിക്ക് 1 കോടി രൂപ കോഴ നൽകിയെന്ന ആരോപണം ഏത് ഏജൻസി അന്വേഷിക്കണം എന്നതും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. നിലവിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണമാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്തും. ഇതാണ് വിജിലൻസിന്റെ രീതി. പക്ഷേ ധനമന്ത്രി കെ.എം. മാണിക്കെതിരെ വിജിലൻസ് അന്വേഷണം എന്നത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് CBI അന്വേഷണമാണ്. സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ CBI അന്വേഷണം ഉണ്ടാകും. അഴിമതി കേസുകൾ അന്വേഷിക്കുന്നതിന് CBIക്ക് പ്രത്യേക സംവിധാനം തന്നെയുണ്ട്. ഉന്നത രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെട്ട കേസുകൾ CBI അന്വേഷിക്കുന്നതാണ് ഉചിതവും നിഷ്പക്ഷവുമായ രീതി എന്നത് കോടതികളുടെയും ഒരു പൊതു സമീപനമാണ്. സിറ്റിംഗ് ജഡ്ജി നയിക്കുന്ന ജുഡീഷ്യൽ അന്വേഷണമാണ് CBI മുന്നോട്ട് വയ്ക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനുകൾക്ക് സിറ്റിംഗ് ജഡ്ജിയെ വിട്ടുനൽകാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സോളാർ കേസിൽ സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കോടതി നിലപാട് മാറ്റിയിരുന്നില്ല. പിന്നീട് റിട്ടയർഡ് ജഡ്ജിയുടെ സേവനമാണ് ലഭിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷനുകൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വർഷങ്ങളോളം സമയമെടുത്തേക്കാം. തന്നെയുമല്ല, റിപ്പോർട്ട് നടപ്പാക്കാൻ സർക്കാരിന് നിയമപരമായി ഒരു ബാധ്യതയുമില്ല. രാജകുമാരി ഭൂമിയിടപാട് കേസിലെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചുവെന്ന് പരിശോധിക്കേണ്ടതാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ഹൈക്കോടതി തന്നെയാണ്. പൊതുവെ ആരോപണ വിധേയരായ മന്ത്രിമാരും സ്വാഗതം ചെയ്യുന്നത് ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ്. CBI അന്വേഷണം ഒഴിവാക്കാൻ പരമാവധി ശ്രമം ആരോപണ വിധേയരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. S. വിജയകുമാർ, റിപ്പോർട്ടർ, കൊച്ചി.